ഷാക്കിറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീമതി നുസ്രത് ജഹാനിലേക്ക് പോവുകയാണ്. ശ്രീമതി നുസ്രത് ജഹാൻ, ഈ ഹമാസിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു കാര്യമല്ല. ഇവിടെ നോക്കൂ, ഹമാസിന്റെ വക്താവ് ഖാലിദ് മാഷൽ ഒരു പ്രോ പലസ്തീൻ റാലിയിൽ വെർച്വലി പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാം, ഡോക്ടർ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ആഗോള ഭീകര സംഘടനകളുടെ ഗണത്തിൽ ഒന്നാമത് നിൽക്കുന്ന സംഘടന, ആ സംഘടന ഇവിടെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച ഒരു റാലിയിൽ, പ്രോ പലസ്തീൻ റാലിയിൽ വെർച്വൽ സാന്നിധ്യം അറിയിക്കുകയാണ്. അതിന് തൊട്ട് പിറകെയാണ് ഇത്തരത്തിൽ നമ്മൾ ഈ പോരാളികൾ എന്ന് ഈ വിഭാഗം വിശേഷിപ്പിക്കുന്നവരുടെ ഭീകരവാദികളുടെ ചിത്രങ്ങൾ കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഇവർ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായി കേരളത്തെ ഒരു വിഷലിപ്തമായ അന്തരീക്ഷത്തിലേക്ക്, മതമൗലികവാദത്തിലേക്ക് അല്ലെങ്കിൽ ഭീകരവാദത്തിലേക്ക് കേരളത്തെ തള്ളിവിടാനുള്ള ഒരു കളമൊരുക്കലാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെതിരെ കടുത്ത ജാഗ്രത പാലിക്കേണ്ടേ നാം? കളമൊരുക്കല് തന്നെയാണ്, അതിൽ ഒരു സംശയം വേണ്ട. ഇപ്പൊ ഷാക്കിർ സമയം കളയാൻ വേണ്ടി, ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഇബ്ലീസിനെ പോലെ അവിടെ നൊഴിഞ്ഞു കയറി പറയണു. അവനറിയില്ല എത്ര എന്റെ പാർട്ടി, ഞാൻ ആരോ വന്ന് സംസാരിക്കണം. അവന്റെ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നതിന് മുമ്പേ ഡോക്ടർ BR അംബേദ്കർ ഉണ്ടാക്കിയ പാർട്ടിന്റെ ദേശീയ ഉപാധ്യക്ഷയാണ് ഞാൻ. സെക്യൂർ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ വിട്ട് തിരുവനന്തപുരം കഴിഞ്ഞ് പിന്നെ കന്യാകുമാരി എത്തിയാൽ മുസ്ലിം ലീഗ് എന്താ ചോദിച്ചാൽ ഒരു തീവ്രവാദി സംഘടന മുസ്ലിം ലീഗ്. RSS എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? RSS രാഷ്ട്രീയ സ്വയം സേവക്, രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. എന്താണ് ഭീകരവാദവും മതവും കൂട്ടിക്കലർത്തുന്ന മുസ്ലിം ലീഗിൽ ഇരുന്നിട്ട് ഷാക്കിറിന് ഇത്ര അഹങ്കാരത്തോടെ അവൻ ഈ രാജ്യത്തിനെ ഒറ്റിക്കൊടുക്കുന്ന ആൾക്കാരെ പറ്റി സപ്പോർട്ട് ചെയ്യാൻ ആരാണ് ധൈര്യം കൊടുക്കുന്നത്? ഇവരൊന്നും ഒറ്റക്കുള്ള ധൈര്യമില്ല. ഇതൊക്കെ തന്നെയാണ് ആഗോള തലത്തിലുള്ള പാൻ ഇസ്ലാമിക് ജിഹാദികൾ. ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ ആരെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തത്? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തത്? നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയല്ലേ? എന്നെ വിമർശിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നെയോ എന്റെ പാർട്ടിയെ വിമർശിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്നെ വിമർശിച്ചോ, എന്റെ പാർട്ടിയെ വിമർശിച്ചോ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പറയാത്തത് പറയല്ലേ? നിങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന വലിയ പാർട്ടിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാൻ പോകല്ലേ? ഇത് ഇവിടെ ഭയങ്കര ഇറങ്ങാൻ പോയി, ഞങ്ങൾ ആളെ കൊണ്ട് ഇവിടെ ബ്ലോക്കാണ്. ഷാക്കിർ സംസാരിക്കുമ്പോൾ ഇവിടെ ആരും സംസാരിക്കാൻ അനുവദിച്ചില്ല. വളരെ കൃത്യമായ നിയന്ത്രിച്ചുകൊണ്ട് ഷാക്കിറിന്റെ പറയാനുള്ള അവസരം ഞാൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ നുസ്രത് ജഹാൻ സംസാരിക്കുകയാണ്, അവർ സംസാരിക്കട്ടെ, അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. പ്ലീസ്, ഒരു ജനാധിപത്യ മര്യാദയൊക്കെ ആകാം നമുക്ക്. ഷാക്കിർ ഇവിടെ പറഞ്ഞു, BJPയുടെ ആളും മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായിട്ടുള്ള ആള്, ബാക്കി രണ്ടാളും എവിടുന്നോ വഴിപെറുക്കികളാണെന്നാണ് ഷാക്കിർ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഷാക്കിർ ആ പറഞ്ഞ സമയത്ത് ഷാക്കിറിന്റെ അണ്ണാക്കിൽ എന്തായിരുന്നു? ഷാക്കിറിന്റെ ഈ ഒരു വലിയ ബോധം എവിടെ പോയി? അപ്പൊ ആ തരത്തിലുള്ള മോറൽ ഹൈ ഒക്കെ അത് വീട്ടിൽ വെച്ചാൽ മതി. അത്തരം ജിഹാദി തരം ആ മര്യാദ നിങ്ങൾ കാണിക്കും. ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ, ഇഷ്ടമില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ വർഗീകരിക്കുന്നത്, അതാണ് ഏലിയനേഷൻ. അതാണ് നിങ്ങളുടെ ഏലിയനേഷൻ. അതാണ് ഫാസിസം എന്ന് പറയുന്നത്. അതാണ് ഫാസിസം. പറയട്ടെ, നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ടൂൾ ആകാൻ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെയും ടൂളല്ല, നമ്മൾ നമ്മളുടെ സ്വന്തം സ്ക്രൂ ഡ്രൈവറാണ്. ഇതേപോലെയുള്ള ഹാലിളകി വരുന്ന ജിഹാദികളുടെ നട്ടിളക്കുന്ന സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ. ഓക്കെ, അതിനിപ്പോ ആരുടെയും ടൂളാവേണ്ട കാര്യമൊന്നുമില്ല. എന്റെ കയ്യിൽ സ്വന്തം കയ്യിലിരിക്കുന്ന സ്ക്രൂ ഡ്രൈവറാണ്. ജനാധിപത്യ രാജ്യത്ത് മുസ്ലിം എന്നുള്ള പേര് വെച്ച് നടക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ അതേ പറയാൻ പറ്റൂ. നിങ്ങളും ജനാധിപത്യ ഇസ്ലാമിയേ ഉള്ളൂ, വേറെ ഒരു പാർട്ടിക്കാരും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലോ അതേ ഉള്ളൂ. പിന്നെ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മേലെ ഇന്ത്യന്റെ രാജ്യത്തിന്റെ ദേശീയ പതാക അഴിച്ചു മാറ്റിക്കൊണ്ട് കോടി തൂക്കിയതിലുള്ള ഒരാളല്ലേ ഈ ഷാക്കിർ. ആ ഷാക്കിറിന് ഇതൊക്കെ പറയാൻ പറ്റൂ. ഷാക്കിർ ആ കേസിലുണ്ടായിരുന്നില്ലേ? പതാക അഴിച്ചു മാറ്റി തോന്നിയാസം പറയരുത്. ഒരു മിനിറ്റ് തോന്നിയാസം പറയരുത്. ഞാൻ വെല്ലുവിളിക്കണേ. അത്തരം ഒരു ഇത് ജനം ടിവിയിൽ വെച്ച് ആളുകൾ കാണുന്ന മുറക്ക് ഇത് നിയമവിരുദ്ധമാണ്, അപവാദമാണ്.
തോന്നിവാസമാണ്. കേസ് കൊടുക്ക്, പ്രശ്നമുണ്ടെങ്കിൽ കേസ് ഞാൻ വെല്ലുവിളിക്കാണ്. എന്നെ വ്യക്തിപരമായി പരാമർശിച്ചതാണ്. നുസ്രത്തിനോട് ചോദ്യം ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കട്ടെ, അല്ല അല്ല നുസ്രത്തിനോട് ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. നീലിമ, വ്യക്തിപരമായി ഇല്ലാ കഥ പറഞ്ഞതിന് എനിക്ക് അവസരം തരണം. അതൊരു മര്യാദയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംഘീനൊക്കെ വിളിച്ചു തുടങ്ങിയിട്ട് ജിഹാദി വിളി തിരിച്ചു കേട്ടത് നിങ്ങൾ വിളിച്ചു തുടങ്ങിയിട്ടല്ലേ? ഷാക്കിർ, അപ്പൊ ഒന്ന് അടങ്ങിയിരിക്കും. ഷാക്കിർ ഒന്ന് അടങ്ങിയിരിക്കും, കാര്യങ്ങൾ പറയട്ടെ. നുസ്രത്ത് തുടർന്നോട്ടെ. ഒരു മിനിറ്റ് നുസ്രത്ത് തുടർന്നോട്ടെ. എനിക്ക് ഒരു മിനിറ്റ് സമയം തന്നാൽ മതി. നുസ്രത്ത് തുടർന്നോട്ടെ. ഒരു മിനിറ്റ് ഒന്ന് അനുവദിക്കേ. പറയൂ, ഇവിടെ എല്ലാവരും സൈലന്റ് ആയിരിക്കുകയല്ലേ, താങ്കൾ പറയൂ പെട്ടെന്ന്. ഇപ്പൊ നുസ്രത്ത് ജഹാൻ പറഞ്ഞൊരു സംഗതി, നുസ്രത്ത് ജഹാൻ എവിടുന്നോ ഒരു തെറ്റായ വിവരം കിട്ടിയിട്ടുണ്ട്. നുസ്രത്ത് ജഹാനെ ഞാൻ വെല്ലുവിളിക്കാണ്. ഇപ്പൊ കരിപ്പൂർ എയർപോർട്ടിന് മുകളിൽ, ഒരു മിനിറ്റ്, കരിപ്പൂർ എയർപോർട്ടിന് മുകളിൽ ദേശീയ പതാക അഴിച്ചു മാറ്റിയോ മാറ്റാതെയോ മുസ്ലിം ലീഗിന്റെ കൊടി ഞാൻ കെട്ടിയെന്നാ പറഞ്ഞത്. വെല്ലുവിളിക്കണ നുസ്രത്തിനെ. നുസ്രത്ത് എവിടേക്ക് എന്തൊക്കെ കെട്ടി എന്നുള്ളത് എനിക്കിത് വഴി പറയാൻ വയ്യ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ വെല്ലുവിളിക്കട്ടെ. ഞാൻ നിങ്ങൾ ഒരു പൊതുമാധ്യമത്തിലാണ് നിങ്ങൾ ഒരു മിനിറ്റ്. അല്ല, പറ്റില്ല, അത് പറ്റില്ല, അത് ശരിയല്ല. ഇത് ഒന്നുകിൽ തിരുത്തണം അല്ലെങ്കിൽ അംഗീകരിക്കണം. ഒന്നുകിൽ നുസ്രത്ത് തിരുത്തണം അല്ലെങ്കിൽ താങ്കൾക്ക് മറുപടി പറയാതിരിക്കാൻ അല്ല, വ്യക്തിപരമായി എല്ലാ കഥകൾ പറയുന്നത് അത് അംഗീകരിച്ചെടുക്കാൻ പറ്റുമോ? ഈ ചാനൽ ആളുകൾ കാണൂലേ? ഇത് റെക്കോർഡല്ലേ? അല്ലല്ലോ, നീയല്ലേ വ്യക്തിപരമായിട്ട് പറഞ്ഞ സാക്കിറെ, എന്റെ പാർട്ടി നിനക്ക് അറിയില്ല, എവിടുന്നോ വലിഞ്ഞു ഞാനും പാർട്ടിയെ കുറിച്ചാണ് ഈ ആവർത്തിച്ച് പറയുന്നു. ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇതെന്ത് പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി? അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല എന്നാണോ? കരിപ്പൂർ അങ്ങനെ ദേശീയ പതാക സ്ഥാപിച്ചിട്ടില്ല. നീലിമക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അവതാരക എന്നുള്ള നിലയ്ക്ക് നീലിമക്ക് ഉത്തരവാദിത്തമുണ്ട്. ഷാക്കിറിന്റെ വിഷമം മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നമ്മൾ വളരെ കാതലായ കരിപ്പൂർ എയർപോർട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലേ ഷാക്കിർ? ഷാക്കിർ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലേ? അങ്ങനെ ഒരു കൊടി കെട്ടിയ ആളാണ് ഞാൻ എന്നാണ് കേട്ട. ഒരു മിനിറ്റ്, നീലിമ കേൾക്കുന്നുണ്ടോ? എന്നെ കുറിച്ചാണ് ആക്ഷേപിച്ചത്. ഞാൻ പറഞ്ഞു തീരാവുന്ന പ്രശ്നമുള്ളത്. ഇത് സമയത്ത് എങ്ങനെ കളയരുത്. അങ്ങനെ കളവ് പറഞ്ഞു പോകാൻ പാടില്ലോ. അതെന്ത് പരിപാടിയാണ്? ഒരു കാര്യം ഉറപ്പാണ്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞത് നിയമപരമായി നേരിടും. ഒരു സംശയം വേണ്ട. നിയമപരമായിട്ട് പോകും. രാജ്യത്തിനോടുള്ള സ്നേഹം മുസ്ലിം ലീഗ് അല്ലെന്നേ. ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ നിൽക്കാണ്. ഹുസൈനി അറിയാത്ത നീ ഏത് മലയാളിയാടാ? പ്രശാന്ത് ശിവൻ, ശ്രീ പ്രശാന്ത് ശിവൻ, ഒരു സെക്കൻഡ്. നമുക്ക് ഈ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. അനുവദിക്കൂല. ഇന്ത്യന്റെ അങ്ങേയറ്റം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ള രാജ്യത്തിന് ഇനി ഹമാസിനെ കൊണ്ടുവരാനും വളർത്തി കൊണ്ടുപോകാനൊന്നും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയൊന്നും ഇനി ഈ രാജ്യത്തെ സേവിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക അനുവദിക്കൂല.